കാലവർഷത്തിന് പിന്നാലെ പകർച്ചപ്പനിയിലും മറ്റ് പകർച്ചവ്യാധികളിലും സംസ്ഥാനത്തെ ആരോഗ്യ മേഖലയിൽ ആശങ്കയേറുകയാണ്. ഒരു ഷിഗല്ല മരണം കൂടി ഇന്നിപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. മലപ്പുറം സ്വദേശിയായ 75-കാരി മരിച്ചു. മാത്രമല്ല 12 പേർക്ക് കൂടി സംസ്ഥാനത്ത് ഇന്ന് ഷിഗല്ല സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഡെങ്കിപ്പനി ബാധിച്ച് പാലക്കാട് വീണ്ടും ഒരാൾ മരിച്ചു. 105 പേർക്ക് സംസ്ഥാനത്ത് ഇന്ന് മാത്രം ഡെങ്കിപ്പനി സ്ഥിരീകരിച്ചിട്ടുണ്ട്. പകർച്ചവ്യാധികളുടെ പശ്ചാത്തലത്തിൽ സംസ്ഥാനത്ത് 3 ദിവസം ഡ്രൈ ഡേ ആചരിക്കാൻ മന്ത്രി കെ മുരളീധരൻ നിർദ്ദേശം നൽകി. രജിത് ചേരുകയാണ് ഏറ്റവും പുതിയ വിവരങ്ങളുമായി. രജിത്, ആശങ്കയേറുന്ന ഒരു സാഹചര്യം തന്നെയാണ് ഇപ്പോഴത്തെ സംസ്ഥാനത്തിൻ്റെ ആരോഗ്യ മേഖലയിൽ. പകർച്ചപ്പനികളിൽ അതിൽ മരണമടക്കം കൂടുന്ന ഒരു സാഹചര്യമുണ്ട്. കടുത്ത കർശനമായ ജാഗ്രതാ നിർദ്ദേശം, ഒപ്പം പ്രതിരോധ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകേണ്ടതിൻ്റെ ആവശ്യകത തന്നെയല്ലേ കാണേണ്ടത്? തീർച്ചയായും സ്വപ്ന, ഷിഗല്ല ബാധയെ തുടർന്ന് ഒരു മരണം കൂടി ഇന്നിപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു എന്നതാണ്. 75 വയസ്സുള്ള മലപ്പുറം സ്വദേശിനിയാണ് ഈ ഷിഗല്ല ബാധയെ തുടർന്ന് മരിച്ചിരിക്കുന്നത്. 12 പേർക്ക് ഇന്ന് ഷിഗല്ല ബാധ സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനം ഡെങ്കി ബാധയെ തുടർന്നും ആളുകൾ മരിച്ചിരിക്കുന്നു എന്നതാണ്. ഡെങ്കിപ്പനി ബാധിച്ചതിനെ തുടർന്ന് പാലക്കാടാണ് മരണം ഉണ്ടായിരിക്കുന്നത്. പാലക്കാട് ഇതോടുകൂടി ഒരാഴ്ചക്കുള്ളിൽ 3 പേരുടെ മരണം റിപ്പോർട്ട് ചെയ്തതായാണ് ആരോഗ്യവകുപ്പ് തന്നെ റിപ്പോർട്ട് ചെയ്യുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം 105 പേർക്ക് ഇന്ന് ഡെങ്കിപ്പനി സ്ഥിരീകരിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. ഒപ്പമാണ് ഈ മഞ്ഞപ്പിത്ത ബാധ കൂടി പടർന്നു പിടിക്കുന്ന ഒരു സാഹചര്യം. 25 പേർക്കാണ് ഇന്നും മാത്രം മഞ്ഞപ്പിത്തം സ്ഥിരീകരിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയായി കണക്കുകൾ നോക്കുകയാണെങ്കിൽ ഈ ഒരു മാസം തന്നെ 388 പേർക്ക് മഞ്ഞപ്പിത്ത ബാധ സ്ഥിരീകരിക്കുന്ന സാഹചര്യമാണ് ഉള്ളത്. രോഗബാധിതരാകുന്ന ആളുകൾക്ക് വേണ്ട നിർദ്ദേശങ്ങളൊക്കെ ആരോഗ്യ വകുപ്പിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ടെങ്കിൽ തന്നെ ഒപ്പം തന്നെ പ്രതിരോധ പ്രവർത്തനങ്ങളൊക്കെയും ആരോഗ്യ വകുപ്പിന്റെയും തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെയും ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ടെങ്കിലും ഇവ നിയന്ത്രിക്കാൻ കഴിയുന്നില്ല എന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിന്റെ ഭാഗമായി തന്നെ മഴക്കാലപൂർവ്വ ശുചീകരണങ്ങളുണ്ടായ പാളിച്ച കണക്കിലെടുത്തുകൊണ്ട് ഇന്ന് മന്ത്രിയുടെ നേതൃത്വത്തിൽ ജില്ലാ കളക്ടർമാരുടെയും അതുപോലെ തന്നെ ജില്ലാ മെഡിക്കൽ ഓഫീസർമാരുടെയും യോഗം ചേർന്ന് സ്ഥിതിഗതികൾ വിലയിരുത്തിയിരുന്നു. അതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ 3 ദിവസത്തേക്ക് ഡ്രൈ ഡേ ആചരിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിലാണ് ഡ്രൈ ഡേ ആചരിക്കുക. വെള്ളിയാഴ്ച സ്കൂളുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് ഡ്രൈ ഡേ ആചരിക്കാനാണ് ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത്. ശനിയാഴ്ചകളിൽ സർക്കാർ ഓഫീസുകളും അതുപോലുള്ള മറ്റു ഓഫീസുകളും കേന്ദ്രീകരിച്ച് ഡ്രൈ ഡേ ആചരിക്കുകയും ഞായറാഴ്ച അത് വീടുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് ഡ്രൈ ഡേ ആചരിക്കണമെന്ന നിർദ്ദേശമാണ് ഇതിനോടകം തന്നെ നൽകിയിട്ടുള്ളത്. കടുത്ത ജാഗ്രതാ നിർദ്ദേശമാണ് സംസ്ഥാനത്തൊട്ടാകെ തന്നെ നൽകിയിട്ടുള്ളത്. ആ ഒരു ജാഗ്രതാ നിർദ്ദേശങ്ങൾ കൃത്യമായി തന്നെ ആളുകൾ പാലിക്കണമെന്ന നിർദ്ദേശം കൂടി ആരോഗ്യവകുപ്പ് നൽകുന്നുണ്ട്. മന്ത്രിയും ഇക്കാര്യത്തിൽ ഷിഗല്ലയും അതുപോലെ തന്നെ നിപ്പ ഉൾപ്പെടെയുള്ള നിപ്പ പനി ഉൾപ്പെടെയുള്ള പടർന്നു പിടിക്കുന്ന ഒരു സാഹചര്യം കണക്കിലെടുത്തുകൊണ്ട് ശക്തമായ നിർദ്ദേശം ഇതിനോടകം തന്നെ നൽകിയിട്ടുണ്ട്. പ്രതിരോധ പ്രവർത്തനങ്ങളും ജാഗ്രതാ നിർദ്ദേശങ്ങളും നൽകാനാണ് മന്ത്രി നിർദ്ദേശം നൽകിയിരിക്കുന്നത്. നിപ്പയുടെ കാര്യത്തിലാണെങ്കിൽ ഇന്ന് നിപ്പ ബാധയെ തുടർന്ന് കോഴിക്കോട് ജില്ലയിൽ ചികിത്സയിലായിരുന്ന ഒരാൾക്ക് ലക്ഷണങ്ങൾ കുറഞ്ഞതിനെ തുടർന്ന് അദ്ദേഹം വീട്ടിലേക്ക് ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ആയി പോയിട്ടുണ്ട്. ഒപ്പം തന്നെ അവിടെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ തന്നെ വെന്റിലേറ്ററിൽ ഒരാൾ കഴിയുന്നുണ്ട്. വളരെ ഗുരുതരാവസ്ഥയിൽ തന്നെ കഴിയുന്ന ആൾ ഇപ്പോഴും വെന്റിലേറ്ററിൽ തന്നെ തുടരുന്നു എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും ഇന്ന് നിപ്പ ഒന്നും തന്നെ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യമില്ല. എന്തായാലും അക്കാര്യത്തിൽ ഒരു ആശ്വാസമുണ്ട്. എങ്കിലും കടുത്ത ജാഗ്രതാ നിർദ്ദേശം തന്നെയാണ് ജില്ലാ ഭരണകൂടങ്ങൾക്കും അതുപോലെ തന്നെ ആരോഗ്യ വകുപ്പും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കും സർക്കാർ നൽകിയിട്ടുള്ളത്.